ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചെവിയെക്കുറിച്ചും അതിൻ്റെ വിവിധ ഭാഗങ്ങളെക്കുറിച്ചുമാണ്. ചെവി എന്നത് കേൾവിക്ക് വേണ്ടിയുള്ള അവയവമാണ്. ഇതിനെ സഹായിക്കുന്നത് എട്ടാമത്തെ ക്രാനിയൽ നെർവായ വെസ്റ്റിബുലോ കോക്ലിയർ നെർവിൻ്റെ കോക്ലിയർ ഭാഗമാണ്. ശബ്ദതരംഗങ്ങൾ മൂലമുണ്ടാകുന്ന ചലനങ്ങളാണ് ഈ നെർവിനെ ഉത്തേജിപ്പിക്കുന്നത്. പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ചെവിയുടെ ഭാഗമായ പിന്ന് ഒഴികെ മറ്റു ഭാഗങ്ങളെല്ലാം ടെമ്പറൽ ബോണിൻ്റെ പെട്രസ് ഭാഗത്താണ് നിലകൊള്ളുന്നത്. ചെവിയുടെ ഭാഗങ്ങളെ മൂന്നായി തിരിക്കാം: ഔട്ടർ ഇയർ, മിഡിൽ ഇയർ, ഇന്നർ ഇയർ എന്നിങ്ങനെ. ഔട്ടർ ഇയർ ഈ ഭാഗത്തിൽ ഉൾപ്പെടുന്നവയാണ് പിന്ന് അഥവാ ഓറിക്കിൾ, എക്സ്റ്റേണൽ അക്കോസ്റ്റിക് മിയാറ്റസ് അഥവാ ഓഡിറ്ററി കനാൽ. പിന്ന് അഥവാ ഓറിക്കിൾ എന്നത് തലയുടെ വശങ്ങളിൽ നിന്നും പുറത്തേക്ക് നീണ്ട് പരന്നു കിടക്കുന്ന ഭാഗമാണ്. ഇവ ഉണ്ടായിരിക്കുന്നത് ഫൈബ്രോ ഇലാസ്റ്റിക് കാർട്ടിലേജിനെ സ്കിന്ന് കൊണ്ട് ആവരണം ചെയ്തിട്ടാണ്. ഇത് ആഴത്തിൽ വേരുറപ്പിച്ച് വളഞ്ഞ് ഇരിക്കുന്നു. പുറമേയുള്ള വളഞ്ഞ ഭാഗമാണ് ഹെലിക്സ്. ലോബ്യൂൾ അഥവാ ഇയർ ലോബ് എന്നത് മൃദുവായ താഴ്ഭാഗമാണ്. ഇത് ഫൈബറസ് ടിഷ്യൂ കൊണ്ടും അഡിപ്പോസ് ടിഷ്യൂ കൊണ്ടുമാണ് നിർമ്മിതമായിരിക്കുന്നത്. അടുത്തായി എക്സ്റ്റേണൽ അക്കോസ്റ്റിക് മിയാറ്റസ് അഥവാ ഓഡിറ്ററി കനാൽ. ഇത് ചെറുതായി എസ് ആകൃതി തോന്നിപ്പിക്കുന്ന ഒരു ട്യൂബാണ്. 2.5 സെൻറ്റിമീറ്റർ നീളമുള്ള ഇത് ഓറിക്കിളിൽ നിന്നും ടിംപാനിക് മെംബ്രെയിൻ അഥവാ ഇയർ ഡ്രം വരെ നീണ്ടു നിൽക്കുന്നു. ഇതിൻ്റെ കുറച്ചു ഭാഗം കാർട്ടിലജിനസും ബാക്കി ഭാഗം ടെമ്പറൽ ബോണിലെ ഒരു കനാലും ആണ്. മിയാറ്റസ് സ്കിന്നുകൊണ്ട് ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഓഡിറ്ററി കനാലിൻ്റെ കുറച്ചു ഭാഗത്ത് ഒരുപാട് സെറുമിനസ് ഗ്ലാൻസും ഹെയർ ഫോളിക്കിൾസും അനുബന്ധമായി സെബേഷ്യസ് ഗ്ലാൻസും സ്ഥിതി ചെയ്യുന്നു. സ്വെറ്റ് ഗ്ലാൻസിൻ്റെ മോഡിഫൈഡ് രൂപമായ സെറുമിനസ് ഗ്ലാൻസ് സെറുമൻ അഥവാ ഇയർ വാക്സ് സെക്രീറ്റ് ചെയ്യുന്നു. ഇത് ഒരു സ്റ്റിക്കി മെറ്റീരിയലാണ്. ഇതിൽ ലൈസോസൈമും ഇമ്മ്യൂണോഗ്ലോബുലിൻസും അടങ്ങിയിരിക്കുന്നു. പുറമേ നിന്നുള്ള പൊടി, പ്രാണികൾ, കീടാണുക്കൾ മുതലായവയെ കർണപടം അഥവാ ടിംപാനിക് മെംബ്രെയിനിൽ എത്താതെ തടയുന്നത് മിയാറ്റസിൻ്റെ ആകൃതി, ഇയർ വാക്സ്, രോമങ്ങൾ എന്നിവയാണ്. സംസാരിക്കുമ്പോഴും ചവയ്ക്കുമ്പോഴും ടെമ്പറോ മാൻഡിബുലാർ ജോയിൻറ്റിലുണ്ടാകുന്ന ചലനം കാർട്ടിലജീനസ് മിയാറ്റസിനെ മസാജ് ചെയ്യുകയും തന്മൂലം ഇയർ വാക്സ് പുറത്തേക്ക് നീങ്ങി വരികയും ചെയ്യുന്നു. ടിംപാനിക് മെംബ്രെയിൻ അഥവാ ഇയർ ഡ്രം എക്സ്റ്റേണൽ അക്കോസ്റ്റിക് മിയാറ്റസിനെയും മിഡിൽ ഇയറിനെയും പൂർണ്ണമായും വേർതിരിക്കുന്നു. ഓവൽ ഷേപ്പിലുള്ള ഇയർ ഡ്രമ്മിൻ്റെ മുകൾ ഭാഗം കുറച്ച് പരന്നാണ് ഇരിക്കുന്നത്. പുറമെ രോമങ്ങളില്ലാത്ത സ്കിൻ, നടുഭാഗത്ത് ഫൈബറസ് ടിഷ്യൂ, ഉൾഭാഗത്ത് മ്യൂക്കസ് മെംബ്രെയിൻ എന്നിങ്ങനെ 3 തരത്തിലുള്ള ടിഷ്യൂസ് കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അടുത്തതായി മിഡിൽ ഇയർ അഥവാ ടിംപാനിക് ക്യാവിറ്റി. ടെമ്പറൽ ബോണിൻ്റെ പെട്രസ് പോർഷനിൽ സ്ഥിതി ചെയ്യുന്ന ആകൃതിയൊന്നുമില്ലാതെ എയർ നിറഞ്ഞിരിക്കുന്ന ഭാഗമാണ് മിഡിൽ ഇയർ. ടിംപാനിക് ക്യാവിറ്റിയിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഭാഗങ്ങളെല്ലാം സിമ്പിൾ സ്ക്വാമസ് എപ്പിത്തീലിയം കൊണ്ടോ ക്യൂബോയിഡൽ എപ്പിത്തീലിയം കൊണ്ടോ ലൈൻ ചെയ്തിരിക്കുന്നു. മിഡിൽ ഇയറിൻ്റെ ലാറ്ററൽ വാൾ ഫോം ചെയ്തിരിക്കുന്നത് ടിംപാനിക് മെംബ്രെയിൻ ആണ്. അതിൻ്റെ ഫ്ലോർ, റൂഫ് എന്നിവ ഫോം ചെയ്തിരിക്കുന്നത് ടെമ്പറൽ ബോൺ കൊണ്ടാണ്. പോസ്റ്റീരിയർ വാൾ രൂപം കൊണ്ടിരിക്കുന്നത് ടെമ്പറൽ ബോൺ കൊണ്ടാണ്. അതുവഴിയുള്ള ഓപ്പണിങ്ങിലൂടെ മാസ്റ്റോയിഡ് ആൻഡ്രത്തിൽ എത്താം. മാസ്റ്റോയിഡ് പ്രോസസ്സിലുള്ള എയർ സെൽസിലേക്ക് എയർ എത്തുന്നത് ഈ വഴിയിലൂടെയാണ്. മീഡിയൽ വാളും ടെമ്പറൽ ബോൺ കൊണ്ട് തന്നെയാണ് ഫോം ചെയ്തിരിക്കുന്നത്. കട്ടി കുറഞ്ഞ ഈ ഭാഗത്ത് 2 ഓപ്പണിങ്സ് ഉണ്ട്. ഓവൽ വിൻഡോ, റൗണ്ട് വിൻഡോ എന്നിവയാണ് അവ. ഓവൽ വിൻഡോയെ ഒക്ലൂഡ് ചെയ്യുന്നത് സ്റ്റേപ്പിസ് എന്ന ചെറിയ ബോണിൻ്റെ ഭാഗമാണ്. എന്നാൽ റൗണ്ട് വിൻഡോയെ ഒക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഫൈബറസ് ടിഷ്യൂവിൻ്റെ ഒരു ഷീറ്റാണ്. ഈ ക്യാവിറ്റിയിലേക്ക് എയർ എത്തുന്നത് ഫാറിഞ്ചോ ടിംപാനിക് ട്യൂബ് വഴിയാണ്. ഇത് നാസോഫാരങ്സിൽ നിന്നും എത്തുന്ന ഒരു ട്യൂബാണ്. 4 സെൻറ്റിമീറ്റർ നീളമുള്ള ഈ ട്യൂബ് സീലിയേറ്റഡ് കോളംനാർ എപ്പിത്തീലിയം കൊണ്ട് ലൈൻ ചെയ്തിരിക്കുന്നു. ടിംപാനിക് മെംബ്രെയിൻ്റെ ഇരുവശത്തുമുള്ള എയറിനെ അറ്റ്മോസ്ഫെറിക് പ്രഷറിൽ നിലനിർത്തുന്നത് ഫാറിഞ്ചോ ടിംപാനിക് ട്യൂബാണ്. അതുപോലെ തന്നെ തരംഗങ്ങൾ മെംബ്രെയിനിൽ തട്ടുമ്പോൾ വൈബ്രേഷൻ ഉണ്ടാകുവാനും സഹായിക്കുന്നു. ഫാറിഞ്ചോ ടിംപാനിക് ട്യൂബ് നോർമലായി അടഞ്ഞാണ് ഇരിക്കാറ്. എന്നാൽ ടിംപാനിക് മെംബ്രെയിനിലുണ്ടാകുന്ന പ്രഷറിൽ വ്യതിയാനം സംഭവിക്കുമ്പോൾ ഇത് തുറക്കുന്നു. ഉദാഹരണത്തിന്
ഉയരം കൂടിയ സ്ഥലത്ത് ചെല്ലുമ്പോൾ കോട്ടുവായി ഇടുകയോ വിഴുങ്ങുകയോ ചെയ്യുമ്പോൾ യൂസ്റ്റേഷ്യൻ ട്യൂബ് തുറക്കുകയും ചെവികൾ അടയുകയും ചെയ്യുന്നു. തന്മൂലം പ്രഷർ വീണ്ടും തുല്യമാകുന്നു. ഓഡിറ്ററി ഓസിക്കിൾസ്. മിഡിൽ ഇയറിൽ ടിമ്പാനിക് മെംബ്രെയിൻ്റെയും ഓവൽ വിൻഡോയുടെയും ഇടയിലുള്ള 3 ചെറിയ ബോണുകളാണ് ഓഡിറ്ററി ഓസിക്കിൾസ്. ഓരോന്നിനെയും അതിൻ്റെ ഷേപ്പിനനുസരിച്ച് നാമകരണം ചെയ്തിരിക്കുന്നു. ഈ 3 ബോണുകളാണ് മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിസ് എന്നിവ. ഇവയോരോന്നും എന്തൊക്കെയാണെന്ന് നോക്കാം. മാലിയസ്. ഇത് ചുറ്റികയുടെ ആകൃതിയിലുള്ള ഒരു ബോണാണ്. ഇതിൻ്റെ പിടി പോലെയുള്ള ഭാഗം ടിമ്പാനിക് മെംബ്രെയിനുമായി ചേർന്നിരിക്കുന്നു. അതിൻ്റെ തലഭാഗം ഇൻകസ് ബോണുമായി ചേർന്ന് ഒരു മൂവബിൾ ജോയിൻറ്റ് രൂപപ്പെട്ടിരിക്കുന്നു. ഇൻകസ് ബോൺ അൻവിൽ ഷേപ്പിലാണ്, അതായത് പരന്ന ടോപ്പും കോൺകേവ് വശങ്ങളുമുള്ള ഇരുമ്പിൻ്റെ കനത്ത ബ്ലോക്ക്. ചുട്ടുപഴുത്ത ലോഹങ്ങൾ അടിക്കുന്നതിനുള്ള ഇരുമ്പ് കല്ലാണ് അൻവിൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഇൻകസ് ബോണിൻ്റെ ബോഡി മാലിയസ് ബോണുമായും നീണ്ട ഭാഗം അഥവാ ലോങ് പ്രോസസ് സ്റ്റേപ്പിസുമായും സംയോജിക്കുന്നു. ഇതിൻ്റെ ഷോർട്ട് പ്രോസസ്സിലൂടെയാണ് സ്റ്റെബിലൈസ് ചെയ്ത് നിൽക്കുന്നത്. ഇത് ടിമ്പാനിക് ക്യാവിറ്റിയുടെ പുറകുഭാഗത്തുള്ള ഭിത്തിയുമായി സംയോജിച്ചിരിക്കുന്നത് ഫൈബറസ് ടിഷ്യൂവിൻ്റെ സഹായത്തോടെയാണ്. സ്റ്റേപ്പിസ് എന്നത് സ്റ്റിറപ്പ് ഷേപ്പിലുള്ള അസ്ഥിയാണ്. സ്റ്റിറപ്പ് എന്നാൽ കുതിരസവാരിക്കാരൻ കാൽ ചവിട്ടുന്ന പടി എന്നാണ് അർത്ഥം. ഇതിൻ്റെ തലഭാഗം ഇൻകസ് ബോണുമായി സംയോജിച്ചിരിക്കുന്നു. ഇതിൻ്റെ പാദഭാഗം ഓവൽ വിൻഡോയുമായി സംയോജിച്ചിരിക്കുന്നു. ഈ 3 ഓസിക്കിൾസിനെയും അതാതു സ്ഥാനത്ത് പിടിച്ചു നിർത്തുന്നത് ഫൈൻ ലിഗമെൻറ്റ്സ് ആണ്. ഇനി ഇന്നർ ഇയർ എന്താണെന്ന് നോക്കാം. ഇന്നർ ഇയർ അഥവാ ലേബിറിന്തിലാണ് കേൾവിയുടെയും സന്തുലിതാവസ്ഥ അഥവാ ബാലൻസിൻ്റെ അവയവങ്ങളും സ്ഥിതി ചെയ്യുന്നത്. ഇതിനെ 2 ഭാഗങ്ങളായി വിഭജിച്ചിരിക്കുന്നു. ബോണി ലേബിറിന്ത്, മെംബ്രേനിയസ് ലേബിറിന്ത് എന്നിങ്ങനെ. ബോണി ലേബിറിന്ത് പെരിയോസ്റ്റിയത്താൽ ലൈൻ ചെയ്ത ടെമ്പറൽ ബോണിലുള്ള ഒരു അറയാണിത്. ഒരു ട്യൂബിനുള്ളിൽ മറ്റൊരു ട്യൂബ് എന്ന പോലെ മെംബ്രേനിയസ് ലേബിറിന്തിന് പുറമെ അതേ ആകൃതിയിലാണ് ബോണി ലേബിറിന്ത് ഉള്ളത്. ഈ 2 ലേബിറിന്തിൻ്റെയും ഇടയിലുള്ള ദ്രാവകമാണ് പെരിലിംഫ്. മെംബ്രേനിയസ് ലേബിറിന്തിനകത്തുള്ള ദ്രാവകമാണ് എൻഡോലിംഫ്. ബോണി ലേബിറിന്തിൻ്റെ ഭാഗങ്ങളാണ് വെസ്റ്റിബ്യൂൾ, കോക്ലിയ, 3 സെമി സർക്കുലർ കനാൽസ് എന്നിവ. വെസ്റ്റിബ്യൂൾ മിഡിൽ ഇയറിനോട് ചേർന്ന് വികസിച്ചു കിടക്കുന്ന ഭാഗമാണ് വെസ്റ്റിബ്യൂൾ. അതിൻ്റെ പാർശ്വഭിത്തിയിൽ ഓവൽ വിൻഡോ, റൗണ്ട് വിൻഡോ എന്നിവ സ്ഥിതി ചെയ്യുന്നു. കോക്ലിയ ഇത് ഒച്ചിൻ്റെ തോടിനോട് സാമ്യമുള്ളതാണ്. വെസ്റ്റിബ്യൂളിനോട് ചേർന്ന് നിൽക്കുന്ന വിശാലമായ ബേസ് അഥവാ അടിത്തറയും ഇടുങ്ങിയ അപ്പെക്സ് അഥവാ അഗ്രവുമുള്ള കോക്ലിയ അതിൻ്റെ കേന്ദ്രത്തിലുള്ള ബോണി കോളത്തിന് ചുറ്റും പിണഞ്ഞു കിടക്കുന്നു. സെമി സർക്കുലർ കനാൽസ് 3 പ്രതലങ്ങളിലേക്കും നിലകൊള്ളുന്ന 3 ട്യൂബുകളാണിവ. വെസ്റ്റിബ്യൂളിൻ്റെ തുടർച്ചയായി ഇവ തുടരുന്നു. മെംബ്രേനിയസ് ലേബിറിന്തിലാണ് എൻഡോലിംഫ് അടങ്ങിയിരിക്കുന്നത്. മെംബ്രേനിയസ് ലേബിറിന്തിനും ഇതുപോലെ തന്നെ 3 ഭാഗങ്ങളുണ്ട്: വെസ്റ്റിബ്യൂൾ, കോക്ലിയ, സെമി സർക്കുലർ കനാൽസ് എന്നിവ. കോക്ലിയയുടെ ക്രോസ് സെക്ഷൻ എടുത്താൽ അതിൽ 3 അറകളുണ്ട്: സ്കെയില വെസ്റ്റിബുലെ, സ്കെയില മീഡിയ അഥവാ കോക്ലിയർ ഡക്റ്റ്, സ്കെയില ടിംപാനി എന്നിവ. കോക്ലിയയുടെ ക്രോസ് സെക്ഷനിൽ ബോണി കോക്ലിയയിൽ പെരിലിംഫ് അടങ്ങിയ 2 അറകളുണ്ട്. ഓവൽ വിൻഡോയിൽ നിന്ന് ഉത്ഭവിക്കുന്ന സ്കെയില വെസ്റ്റിബുലെ, റൗണ്ട് വിൻഡോയിൽ അവസാനിക്കുന്ന സ്കെയില ടിംപാനി. ഈ 2 അറകളും പരസ്പരം തുടർച്ചയായി നിലകൊള്ളുന്നു. കോക്ലിയർ ഡക്റ്റ് എന്നത് മെംബ്രേനിയസ് ലേബിറിന്തിൻ്റെ ഭാഗമാണ്. ഇത് ത്രികോണാകൃതിയിലാണ്. ഈ ത്രികോണത്തിൻ്റെ ബേസിൽ അഥവാ ബേസിലാർ മെംബ്രെയിനിൽ സപ്പോർട്ടിംഗ് സെൽസും ഓഡിറ്ററി റിസപ്റ്റേഴ്സിനെ വഹിക്കുന്ന കോക്ലിയർ ഹെയർ സെൽസും സ്ഥിതി ചെയ്യുന്നു. ഈ കോശങ്ങൾ സ്പൈറൽ ഓർഗൻ അഥവാ ഓർഗൻ ഓഫ് കോട്ടൈ ഫോം ചെയ്യുവാൻ സഹായിക്കുന്നു. ശബ്ദതരംഗങ്ങൾ മൂലമുണ്ടാകുന്ന വൈബ്രേഷനോട് പ്രതികരിച്ച് നെർവ് ഇമ്പൾസസ് ആരംഭിക്കുകയും തന്മൂലം ശ്രവണം എന്ന പ്രക്രിയയായി ബ്രെയിൻ ഉൾക്കൊള്ളുകയും ചെയ്യുന്നത് ഈ സെൻസറി ഓർഗൻ മൂലമാണ്.